ഹായ് ഓൾ, ഇന്ന് നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ള പാർട്ടി വെയേഴ്സാണ് ഷെയർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഗജി സിൽക്ക് മെറ്റീരിയലിലാണ് ഈ ഒരു സ്ലിറ്റഡ് ടോപ്പ് ആൻഡ് പലാസോ ചെയ്തെടുത്തിട്ടുള്ളത്. ഹാൻഡ് വർക്കാണ് മെയിനായിട്ട് ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നെക്കിലും സ്ലീവിലും അതേപോലെ ടോപ്പിൻ്റെ എൻഡിലും വരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് മെയിൻ ഹൈലൈറ്റ്. ആൻഡ് ദുപ്പട്ടേൻ്റെ 4 സൈഡും സ്കാലോപ്പ് നമ്മൾ തിക്കായിട്ട് തന്നെ ഹാൻഡ് വർക്കിൽ ചെയ്തെടുത്തിട്ടുണ്ട്. സെക്കൻഡ് പാറ്റേൺ നോക്കുകയെന്നുണ്ടെങ്കിൽ ജോർജറ്റ് മെറ്റീരിയലാണ് ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. യോക്ക് പോഷനിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. യോക്കിൽ വരുന്ന ഹെവി ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലും സ്ലീവിലേക്കും കൂടെ അത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പാറ്റേൺസിൽ ഫ്രിൽസ് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഗൗൺ ചെയ്തിട്ടുള്ളത്. വിത്ത് ദുപ്പട്ട, ബുട്ടീസ് വരുന്ന ദുപ്പട്ടയിൽ 4 സൈഡ് ലേസസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. തേർഡ് വൺ ഒരു ഇലക്ട്രിക് ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു സ്കേർട്ടും ടോപ്പും വന്നിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെയും കളറാണ് മെയിൻ ഹൈലൈറ്റ്. സ്ലീവിലും ചെറിയൊരു ഹൈലൈറ്റിങ്ങും അതേപോലെ യോക്കിലായിട്ടും ചെറിയൊരു ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു ക്യൂട്ട് സൽവാറാണ്. സൽവാറിൽ ചെക്ക് പാറ്റേണിൽ വരുന്ന മെറ്റീരിയലാണ് സ്ലീവിലും അതേപോലെ ദുപ്പട്ടയുടെ 2 സൈഡ്സിലും ബോട്ടത്തിൻ്റെ എൻഡിലും ഹൈലൈറ്റിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നെക്കിലും അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഒരു ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ജോർജറ്റ് മെറ്റീരിയലാണ് ഈ ഒരു സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. മാച്ചിങ് ആയിട്ടുള്ള ഡയബിൾ ലേസസ് 4 സൈഡിലും ദുപ്പട്ടയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രൈഡ്സിൻ്റെ തലേ ദിവസത്തെ ഫംഗ്ഷൻസിലേക്ക് കൂടുതലായും ഷറാറ ഗറാറ ഡിസൈൻസ് ആണ് പോകുന്നത്. അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള കംപ്ലീറ്റ്ലി സിൽക്ക് മെറ്റീരിയൽ, ബുട്ടീസ് വരുന്ന മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു ഷറാറ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ബുട്ടീസിൽ തന്നെ ബോർഡർ വരുന്ന മെറ്റീരിയലാണ് പ്ലാസോക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ദുപ്പട്ടയിൽ നമ്മൾ 4 സൈഡ് ലേസസ് ടോപ്പിൻ്റെ എൻഡിലും സ്ലീവിൻ്റെ എൻഡിലും ലേസസ് ആഡ് ചെയ്തിട്ടുണ്ട്. വെൽവെറ്റ് മെറ്റീരിയലാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. സ്ലീവിലും നെക്കിലും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ദുപ്പട്ടയുടെ 1 സൈഡിലും ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബുട്ടീസ് വെച്ചിട്ടാണ് ബോഡി ഫുള്ള് കവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് റെഡ് ഷെയ്ഡിൽ തന്നെ ഹെവിനെസ് മാക്സിമം ചെയ്തെടുത്തിട്ടുള്ള ഒരു ഗൗണാണ്. ഈ ഒരു ഗൗണിൽ സ്ലീവിൽ അത്യാവശ്യം വിടത്തിൽ തന്നെ ഹാൻഡ് വർക്ക് ലൈൻസിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബോഡി ഫുള്ളായിട്ട് ബുട്ടാസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഗൗണിൻ്റെ എൻഡ് പോർഷനിൽ ഒരു സിഗ്സാഗ് ആയിട്ടുള്ളൊരു പാറ്റേണും ലേസ് വർക്ക് കൊണ്ട് ഹാൻഡ് വർക്കിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ദുപ്പട്ടയിൽ നമ്മൾ ലൈൻസ് വരുന്ന ദുപ്പട്ടയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. മെഹന്തി ഫംഗ്ഷനാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. മെയിനായിട്ട് ഫോക്കസ് പോകുന്നത് ഇതിൻ്റെ കളറിലാണ്. ഗ്രീൻ ആൻഡ് റെഡ് പാരറ്റ് കോമ്പിനേഷനിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ടോപ്പിലും അതേപോലെ തന്നെ ഷോളുമായിട്ട് ഹാൻഡ് വർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ടോപ്പിൻ്റെ എൻഡിലും സ്ലീവിൻ്റെ എൻഡിലുമാണ് മെയിൻ ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് വർക്കിനേക്കാളും മെറ്റീരിയലിൽ വന്നിട്ടുള്ളൊരു കളർ കോമ്പോനോട് തന്നെ ഇത് അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻകാരി മെറ്റീരിയലിൽ നെറ്റിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ വെച്ചിട്ടാണ് ഈ ഒരു ഷറാറ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ടിഷ്യൂ മെറ്റീരിയലാണ് ബോട്ടം വന്നിട്ടുള്ളത്. കളർ തന്നെ വന്നിട്ടുള്ളത് ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇനി ഫംഗ്ഷൻ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. നെറ്റിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഡൂപ്പിയോൺ മെറ്റീരിയലാണ് ഈ ഒരു ഗൗണ് ചെയ്തെടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെവി ആയിട്ട് വരുന്ന പോർഷൻസ് ചില സ്ഥലങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കസ്റ്റമേഴ്സിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്. സ്ലീവിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിലുമാണ് നമ്മൾ ഈ ഒരു ഹെവി ബോർഡേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളത്. ടിഷ്യൂ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു സൽവാറാണിത്. ഇതൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ബ്രൈഡിൻ്റെ തലേ ദിവസത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു കളർ കോംബോ തന്നെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാകിസ്ഥാനി ടച്ചിലേക്ക് കംപ്ലീറ്റ്ലി പോകുന്ന ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ കളർ കോംബോ തന്നെ വന്നിട്ടുള്ളത്. മെറ്റീരിയൽ വർക്ക് കൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ടോപ്പ് മീൻസ് സൽവാർ ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് നല്ലൊരു ഹാൻഡ് വർക്കും കൂടെ നമ്മൾ നെക്കിൽ കൊടുത്തിട്ടുണ്ട്. ഗജി സിൽക്ക് മെറ്റീരിയൽ ഹെവിയാക്കി ചെയ്തെടുത്തിട്ടുള്ള ഒരു ഗൗണാണിത് കാണിക്കുന്നത്. ഇതിൻ്റെ ബോർഡർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്ലീവിലും അതേപോലെ ഗൗണിൻ്റെ എൻഡ് പോർഷനിലും ഹെവി ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നെക്കിൽ ഒരു ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ്ങും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തന്നെ ഒരു ബ്രൈഡൽ ഡിസൈൻ കണ്ടിഷ്ടമായിട്ട് അതിൻ്റെ ഒരു മിനി വേർഷനായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എൻക്വയറി ചെയ്തിട്ടുള്ളൊരു കസ്റ്റമർക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇതിൻ്റെ ടോപ്പ് പോർഷനിലും അതേപോലെ ഗൗണിൻ്റെ എൻഡ് പോർഷനിലും സ്ലീവിലുമാണ് ഹെവി ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു ബ്രൈഡിന് ചെയ്തെടുത്തിട്ടുള്ള ഒരു സെയിം കളറിലും അതേപോലെ അവർക്ക് ചൂസ് ചെയ്തിട്ടുള്ള സെയിം മെറ്റീരിയലും വെച്ചിട്ടാണ് ഈ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. സിഗ്സാഗ് പാറ്റേണിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ബോഡി പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ബുട്ടീസ് വരുന്ന ദുപ്പട്ടയാണ് ഇതിലേക്ക് മാച്ച് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്.
ടിഷ്യൂ മെറ്റീരിയലാണ് ഈ ഒരു ഷറാറ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. ടിഷ്യൂവിൽ വരുന്ന മെറ്റീരിയൽ ഹെവി ആയിട്ടുള്ളതാണ് നമ്മൾ ടോപ്പ് പോർഷനിലേക്ക് ചൂസ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ടോപ്പിൽ വരുന്നത്. അതേപോലെ തന്നെ സ്കേർട്ടിൽ താഴെ ബോർഡറിൽ നമ്മൾ ഹൈലൈറ്റിങ്ങും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നത് 2 ഷറാറ ഡിസൈൻസ് ആണ്. കളർ ചേഞ്ചസിലാണ് ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ടും ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലാണ്. ഒരു ഒനിയൻ പിങ്ക് ആൻഡ് ഒരു ഗ്രീൻ ആണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഹാൻഡ് വർക്ക് നമ്മൾ ഈ ഒരു യോക്ക് ആൻഡ് പോർഷനിലായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദുപ്പട്ട ആണെങ്കിലും അത്യാവശ്യം ഹെവി ആയിട്ടുള്ളതാണ് ഈ ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡിലേക്ക് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ പാർട്ടി വെയർ ഡ്രസ്സസിൻ്റെയൊക്കെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസിന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.